ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമർ അക്വസിഷൻ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം? പിന്നെ കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടി ഇനിഷ്യൽ ടൈമിൽ പ്രോഫിറ്റ് നോക്കാതെ പോകണോ? നമ്മൾ തീർച്ചയായും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇ-കൊമേഴ്സുള്ള ഏതൊരു ബിസിനസ് ആണെങ്കിലും കസ്റ്റമർ അക്വിസിഷന് നമ്മൾ വളരെ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഒരു കസ്റ്റമറിനെ പർട്ടിക്കുലറായിട്ട് നമ്മളൊരു കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ ആ പ്രോഡക്ട്സിന് വേണ്ടിയുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളുടെ അവതാർ, ആ ഒരു കസ്റ്റമർ അവതാർ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വാങ്ങുന്ന ആരാണെന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കസ്റ്റമർ, ആ പർട്ടിക്കുലർ ഒരു ബഞ്ച് ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ നമുക്ക് അക്യൂർ ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിന് ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ക്യാമ്പയിൻസുകൾ, ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ CAC എന്ന് പറയും, CAC, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ബിസിനസ് വരുമ്പോൾ നമ്മളുടെ ആ CAC കോസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇനിഷ്യൽ ടൈമിൽ ബിസിനസ്, നമ്മളിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഡെഫിനറ്റ്ലി അത് ഹൈ ആയിരിക്കും. കാരണം നമ്മൾ പുതിയൊരു ബ്രാൻഡാണ്. നമ്മൾ ഇനിഷ്യലി ചെയ്യുന്ന ക്യാമ്പയിൻസ് ഇപ്പോൾ ചിലപ്പോൾ എല്ലാ ക്യാമ്പയിൻസും നമുക്ക് വർക്കൗട്ടായെന്ന് വരില്ല. ഡിഫറെൻറ്റ് നമ്മൾ ക്യാമ്പയിൻസ്, അതിൻ്റെ സ്ട്രാറ്റജീസ്, അതിൻ്റെ ആംഗിൾസ് ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ് ഒന്ന് അറിഞ്ഞ് വരുന്ന സമയം എത്തുമ്പോൾ നമുക്ക് CAC കോസ്റ്റൊക്കെ നമുക്ക് കുറവായിരിക്കും. പക്ഷേ ഇനിഷ്യൽ ടൈമിൽ തീർച്ചയായും അത് കൂടുതലായിരിക്കും. ചിലപ്പോൾ ചില ബിസിനസ്സുകൾക്കൊക്കെ അത് ഇപ്പോൾ നമുക്ക് ചില പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ അത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നോർമലോ അല്ലെങ്കിൽ കുറവായിട്ട് ഒക്കെ ഇനിഷ്യലി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അതിന് വലിയൊരു ഹ്യൂജ് കോമ്പറ്റീഷൻ ക്ലോത്തിങ് ബ്രാൻഡ്സിനുണ്ട്. അപ്പോൾ ആ ഒരു നമ്മളുടെ കൈൻഡ് ഓഫ് ഒരു സംഭവം അല്ലെങ്കിൽ ഡിസൈൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാബ്രിക്കോ അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നമ്മളൊരു ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ നമ്മളുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ പോയിന്റ് ഓഫ് വ്യൂ കസ്റ്റമറിനെ അണ്ടർസ്റ്റാൻഡായി വരാൻ സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം നമ്മളുടെ ക്യാമ്പയിൻസ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ ക്യാമ്പയിൻസും വർക്കൗട്ട് ആവണമെന്നില്ല. ചില ക്യാമ്പയിൻസ് ഫ്ലോപ്പ് ആവാം. അപ്പോൾ ചില ക്യാമ്പയിൻസുകൾ, ഇപ്പോൾ മെറ്റ ആയാലും ഗൂഗിൾ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്ന ഏത് ക്യാമ്പയിൻസ് ആയാലും ചിലപ്പോൾ എല്ലാ ക്യാമ്പയിൻസും നമുക്ക് ഒരേപോലെ ഒരു സക്സസ് തരണമെന്നില്ല. അപ്പോൾ അതിന് ചില ക്യാമ്പയിൻസ് നമുക്ക് വർക്കൗട്ട് ആവും, ചില ക്യാമ്പയിൻസ് ഫെയിൽ ആവും. അപ്പോൾ അതിനുള്ള ഒരു കോസ്റ്റ് നമ്മൾ ആദ്യം കാണണം. നമ്മളൊരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് എത്ര മാക്സിമം കൊടുക്കാൻ പറ്റും, അത് ഇനിഷ്യൽ ടൈമിൽ. അപ്പോൾ അതിനേക്കാളും കൂടുതലായാലും നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിൽ, നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എക്സാക്ട്ലി നമ്മൾ അറിഞ്ഞ് അതിൻ്റെ ബാക്ക് എൻഡിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താലേ നമുക്ക് ആ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഈ പ്രോഫിറ്റ് നോക്കാതെ തന്നെ ഇനിഷ്യൽ ടൈമിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അത് ആ ഒരു കോസ്റ്റ് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന കാരണം നമ്മളിവിടെ എടുക്കുന്ന ഓരോ സെയിലും, നമ്മളുടെ ഒരു സ്റ്റോറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റോറിൽ എടുക്കുന്ന ഓരോ സെയിലും സത്യം പറഞ്ഞാൽ അത് ഓരോ കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്യുന്നതാണ്. ഓരോ ആളുകൾ നമ്മളുടെ ബ്രാൻഡിലുള്ള ആ പ്രോഡക്റ്റിനെ വിശ്വസിച്ച് വന്ന് വാങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ഓരോ സെയിലും ഓരോ അക്വിസിഷനാണ്, നമ്മളുടെ ഓരോ കസ്റ്റമറാണ്. അപ്പോൾ നമ്മളുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഈ വന്ന കസ്റ്റമേഴ്സിനെ വീണ്ടും ഒരു 3-4 ടൈംസ് 1 ഇയറിൽ തിരിച്ചു കൊണ്ടുവരിക. ഒരു കസ്റ്റമർ റിട്ടൻഷൻ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് നമ്മൾ കൊടുത്ത പ്രോഡക്ട്സ് നല്ലൊരു പ്രോഡക്ട്സ് ആയിരിക്കണം. ആ പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് നല്ലതായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കസ്റ്റമേഴ്സ് തിരിച്ചു വരും. അപ്പോൾ നമ്മളുടെ ഒരു ഉദ്ദേശം, നമ്മളുടെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച കസ്റ്റമേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു 25-30% കസ്റ്റമേഴ്സ് എങ്കിലും ഒരു 3-4 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റോറിൽ വന്ന് വാങ്ങണം. അപ്പോൾ അവിടെയാണ് ഈ ഇനിഷ്യലി നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കൂടുതൽ കൊടുത്താൽ ഈവൻച്വലി അതൊരു 1 ഇയർ കാൽക്കുലേഷൻ, ഒരു ഫിനാൻഷ്യൽ ഇയർ കാൽക്കുലേഷൻ വരുമ്പോൾ ആ ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് കുറവായിട്ട് വരും. നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈവൻച്വലി നമ്മളുടെ സ്റ്റോർ പ്രോഫിറ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വലിയ ഇ-കൊമേഴ്സ്, ഇപ്പോൾ ക്വിക്ക് കോമേഴ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസുകൾ, ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോംസുകൾ, അപ്പോൾ അവരുടെയൊക്കെ ക്യാമ്പയിൻസ് നമുക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഡെഫിനറ്റ്ലി അവർ വലിയൊരു എമൗണ്ട് ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി പമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ കൺവെർഷൻ ക്യാമ്പയിൻസിനും അല്ലെങ്കിൽ തന്നെ അവയർനെസ് ക്യാമ്പയിൻസിനൊക്കെ നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു കോസ്റ്റ് ഉണ്ട് ഒരു കസ്റ്റമറിനെ അക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു കോസ്റ്റ് 300 റുപ്പീസ് ആണെന്ന് വയ്ക്കുക ഒരു കസ്റ്റമറിനെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ 300 റുപ്പീസ് കൊടുത്തിട്ട് ആ ഫസ്റ്റ് ടൈം ആ കസ്റ്റമർ വന്ന് വാങ്ങുന്നത് ചിലപ്പോൾ ഒരു 100 റുപ്പീസിൻ്റെ 200 റുപ്പീസിൻ്റെ ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ വാങ്ങുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സെയിലിൽ തന്നെ അവർക്ക് ആ പ്രോഫിറ്റ് അവർക്ക് ലോസാണ്. ആ കസ്റ്റമർ വന്ന് അവരുടെ ഒരു ക്യാമ്പയിൻ കണ്ട് ക്ലിക്ക് ചെയ്ത് അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ഫസ്റ്റ് കസ്റ്റമർ അവരിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഈവൻ ഫസ്റ്റ് കസ്റ്റമേഴ്സിനൊക്കെ അവർ ഡിസ്കൗണ്ടും കോഡ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു 50-20% ഓഫ്, പണ്ടൊക്കെ 50% ഓഫ് ആയിരുന്നു ഫസ്റ്റ് 3 ഓർഡേഴ്സിനൊക്കെ.
അപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമറിനെ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു കസ്റ്റമർ അക്വിസിഷൻ ഇത്രയും കോസ്റ്റ് കൊടുത്ത് അവർ കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് സെയിൽ അവർക്ക് ചിലപ്പോൾ ലോസ് ആയിരിക്കും. പക്ഷേ എന്താണ് ചെയ്യുക, അത് വൺസ് ഒരു ഫസ്റ്റ് ഓർഡർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻസ്, വാട്സാപ്പിലൂടെയുള്ള മെസ്സേജസ്, ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം നമുക്ക് തന്ന് നമ്മളുടെ എന്താണോ നമ്മളെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ഈ ആപ്പ് നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി നമ്മളുടെ ഫ്രണ്ടിൽ എപ്പോഴും കാണിച്ച് നമ്മളെ കൊണ്ട് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ചെയ്യാൻ അവർ പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കും. ആ ഒരു പുഷ് അവർ ചെയ്യിക്കും. അപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൺ ടൈം ആയിരിക്കില്ല ഒരു വർഷം അതിനകത്ത് നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മേ ബി ആ കമ്പനിക്ക് ഒരു 300 rupees ആയെങ്കിലും ഒരു 3-4 ടൈംസ് ഒരു വർഷം നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അവർക്ക് പ്രോഫിറ്റായി മാറി. അങ്ങനെയാണ് ഇ കോമേഴ്സ് കമ്പനീസ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ചിന്തിക്കണം. ഒരു കസ്റ്റമർ അക്യൂർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് ഓക്കെ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ട് നെക്സ്റ്റ് കസ്റ്റമറെ നോക്കാം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിനെ കൊണ്ട് മാക്സിമം നല്ല സർവീസ് കൊടുത്തതിന് ശേഷം എങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ പർച്ചേസ് കൊണ്ടുവരാം. അപ്പോൾ അതിനുള്ള ഓട്ടോമേഷൻ ഫ്ലോസ് എങ്ങനെ നമുക്ക് വെക്കാം, അവർക്ക് കൂടുതൽ നർച്ചർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ പ്രോഡക്ട്സിനെ സർവീസിനെ കുറിച്ച് കൂടുതൽ അവരുടെ അടുത്ത് ആ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഫർമേഷൻസ് അവരുടെ അടുത്ത് നമുക്ക് പാസ് ചെയ്യാം, എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഈ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഇവൻച്വലി പറയുന്നത്, നിങ്ങൾ ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ അത് ഇനിഷ്യൽ ടൈമിൽ അത് പ്രോഫിറ്റബിൾ ആവില്ല. അത് ഇവൻച്വലി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്താണ് അത് പ്രോഫിറ്റബിൾ ആവുന്നത്. അതും നമ്മളൊരു ബ്രാൻഡായിട്ട് തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കസ്റ്റമർ വൺസ് നമ്മളിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരു ഏതെങ്കിലും ഒരു ഹോം ബേസ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അവർ വീണ്ടും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. കാരണം നമ്മളിലല്ല പ്രോഡക്റ്റിൻ്റെ കൺട്രോൾ, ഒരു സപ്ലൈൻ്റെലാണ് പ്രോഡക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണമെങ്കിൽ തന്നെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് തന്നെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ കുറച്ചുകൂടെയെങ്കിൽ നമുക്ക് ഈ കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വൺസ് അവർ നമ്മളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഓക്കെ ക്വാളിറ്റി ഓക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വീണ്ടും അവർ നമ്മുടെ അടുത്ത് തന്നെ ആ ബ്രാൻഡിൽ വന്ന് വാങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് വീണ്ടും ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കാം നിങ്ങൾക്ക് റിവ്യൂ എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ അവരുടെ അടുത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനെങ്കിലും അവിടെ ഉണ്ട്. ബട്ട് ഒരു ഹോം ബേസ് അല്ലെങ്കിൽ ഒരു കിച്ചൺ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഏതെങ്കിലും റാൻഡം പ്രോഡക്റ്റ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമുക്ക് കസ്റ്റമേഴ്സ് തിരിച്ച് വരത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. അത് ആ ഒരു കോസ്റ്റ് നമ്മൾ കൊടുത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു കസ്റ്റമറിനെ കൊണ്ടുവരിക, എന്നിട്ട് കസ്റ്റമറിനെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള പർച്ചേസസ് നമ്മൾ അവിടെ പുഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സ്റ്റോർ പ്രോഫിറ്റബിൾ ആവുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ അവതാർ അല്ലെങ്കിൽ ബയർ പേഴ്സോണൊക്കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ആക്ച്വലി ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കസ്റ്റമർ അവതാർ എന്താണെന്നുള്ള കാര്യം നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഇത് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളുടെ കസ്റ്റമർ ആരാണ്, ഇത് നമ്മളുടെ കസ്റ്റമറിൻ്റെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിംഗ് എക്സ്പെർട്സുകളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിനെ എക്സാക്ട്ലി നമ്മൾ വരച്ച് വെക്കണമെന്നാണ് പറയുന്നത്. ഒരു നമ്മളുടെ ആ ഒരു ബോർഡിലുണ്ടല്ലോ, ഇങ്ങനെ വിഷൻ ബോർഡ് പോലത്തെ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ വിഷൻ ബോർഡിനകത്ത് ആരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ്, മെയിലാണോ ഫീമെയിലാണോ, അവരുടെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് നമ്മളവിടെ ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് ഇനിഷ്യലി കസ്റ്റമർ അവതാർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളെ ബേസിക് ആയിട്ടുള്ള ഡെമോഗ്രാഫിക്സ്, ഇപ്പോൾ ഏജ്, ജെൻഡർ, അവരുടെ സിറ്റി, പ്രൊഫഷൻ, അങ്ങനെയൊക്കെയുള്ള അത് നമുക്ക് എന്തായാലും തീർച്ചയായും നമുക്ക് അത് ബേസിക് ആയിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക്സ് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഡീപ്പ് റിസർച്ച് നമ്മൾ ഒരു കസ്റ്റമർ അവതാറിൽ വേണം. ഇപ്പോൾ ഇവരുടെ ഇവർക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ്, ഇവർ ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഇവർ ഏതൊക്കെ മാഗസിൻസോ അല്ലെങ്കിൽ ഇവർക്കുള്ള മൂവി ടൈപ്സ്, ഏതൊക്കെ മൂവി ടൈപ്സാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിലിങ്ങിലോട്ട് നമുക്കിത് പോകണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് ഇപ്പോൾ പല AI ടൂൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ഇൻഡെപ്ത് ഒരു കസ്റ്റമർ അവതാർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പല ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ അവതാർ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഈ കസ്റ്റമർ അവതാറിന് ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കസ്റ്റമർ അവതാർ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ഈ കസ്റ്റമർ അവതാറിന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ കസ്റ്റമർ അവതാർ ആ ഒരു കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ കുറച്ചുകൂടെ നമ്മളുടെ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രോഡക്റ്റിനോടൊപ്പം നമ്മളിപ്പം കൊടുക്കുന്ന പ്രോഡക്റ്റിനോടൊപ്പം ഏതൊക്കെ പ്രോഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കുറച്ചുകൂടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ
നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അവർ സാറ്റിസ്ഫൈ ആവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ നമ്മൾ ഇനിഷ്യലി ഒരു 1 or 2 കാറ്റഗറി സാധനങ്ങളാണ് തുടങ്ങണമെങ്കിൽ പോലും എക്സാക്ട്ലി നമ്മളെ കസ്റ്റമർ അവതാരണം നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് സാറ്റിസ്ഫൈ ആക്കാനും പറ്റും. ഇത് പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എക്സാക്ട്ലി നമ്മളുടെ കസ്റ്റമർ അവതാറിൻ്റെ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ആംഗിൾസിൽ അവരെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത് ഒരു പാരൻസിൻ്റെ അടുത്ത് കിഡ്സ് ഇപ്പോൾ ഒരു ടോൾഡേഴ്സ് തൊട്ട് ഒരു 10 years വരെയുള്ള കിഡ്സ് ഉള്ള പാരൻസിൻ്റെ അടുത്താണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്സ് പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു പർട്ടിക്കുലർ ഏജ് കാറ്റഗറി പാരൻസിൻ്റെ കിഡ്സിന് ഇത്രയും ഏജ് കാറ്റഗറിക്കകത്തുള്ള കിഡ്സിന് ഉള്ള പ്രോഡക്റ്റ്സ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പാരൻസിൻ്റെ പെയിൻ എന്താണ്, നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവർ വാങ്ങുമ്പോൾ, അവർ കിഡിന് വേണ്ടി വാങ്ങുമ്പോൾ അപ്പോൾ അവർ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാരൻസിൻ്റെ ഏജ്, ജെൻഡർ, പ്ലേസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പെയിൻ എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇതേ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് അവർ എന്തിനാണ് വാങ്ങുന്നത്, അത് എന്ത് കാര്യമാണ് അവിടെ സോൾവ് ആവുന്നത്, അത് വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്താണ്. ഇപ്പോൾ അവർ പെയിൻ റിലീഫാണോ, അവർക്കൊരു ഹാപ്പിനെസ് ആണോ, അവർക്കൊരു എന്ത് കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആംഗിൾസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇവർക്ക് ഹാപ്പിനെസ് കിട്ടാനാണ് ഓക്കെ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ മെറ്റ ആഡ്സിലും ഈ ഗൂഗിൾ ആഡ്സിലൊക്കെ നമുക്ക് ആ ആംഗിൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മളൊരു UGC ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും ആ ആംഗിൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ അവരുടെ ഇൻഡെപ്തായിട്ട് അവരുടെ അടുത്ത് എത്താൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മളെ ക്യാമ്പയിൻസ് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാക്ട്ലി നമ്മളുടെ കസ്റ്റമർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അവരെ ഏതൊക്കെ ലെവൽ ഓഫ് ഒരു പോയിന്റ്സ് ആണ് നമുക്ക്, അവരുടെ ടച്ച് പോയിന്റ്സ് ആണ് നമുക്ക് കൊണ്ടുവരേണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഇനിഷ്യൽ ടൈമിൽ നമ്മുടെ പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇനിഷ്യൽ ടൈമിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോഡക്റ്റിന് 1000 രൂപയാണ് വിലയെങ്കിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഒരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപ നമുക്ക് കൊടുക്കാൻ വയ്ക്കാം ഒരു മാർക്കറ്റിംഗ് ചെയ്ത് ഒരു കസ്റ്റമർ നമ്മളെ വാങ്ങാൻ നേരത്ത്. അപ്പോൾ ആ ഒരു 400 രൂപ കൊടുക്കാൻ ഓക്കെ ഇനിഷ്യൽ ടൈമിൽ ചിലപ്പോൾ ഒരു 500 രൂപ 600 രൂപ ആവണമെങ്കിലും നമുക്കറിയാം ഈ ഇന്ന ടച്ച് പോയിന്റ്സ് ഉള്ള ഒരു ഓഡിയൻസ് ആണിത്. അപ്പോൾ ഇന്ന മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇവരുടെ അടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മളെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അടുത്ത് കുറച്ചുകൂടെ രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്, നമുക്കൊരു ഡീറ്റെയിൽ പ്ലാനിങ്, നമുക്കൊരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു കസ്റ്റമേഴ്സിന് അറിയാമെങ്കിൽ. അപ്പോൾ അത് ഇവൻച്വലി ഓക്കെ നമ്മളുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് CAC ഒരു 400 രൂപയാണെങ്കിൽ ഇവൻച്വലി നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. 400 രൂപയ്ക്കകത്ത് പിന്നെ 300 രൂപയ്ക്കകത്തൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ അത് അണ്ടർസ്റ്റാൻഡബിൾ ആവേണ്ട നമ്മളെ പ്രോഡക്റ്റ് അത്രയും നല്ല ബെസ്റ്റ് ആക്കി മാറ്റണം. ഇവൻച്വലി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും ഇനിഷ്യൽ ടൈമിൽ വർക്കൗട്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഡൗൺ ആയി, അപ്പോൾ നമ്മൾ അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതൊരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിർത്താൻ പറ്റും, ഈവൻ അതിനേക്കാളും ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം ഈ വൺസ് അക്യൂർ ചെയ്ത കസ്റ്റമറിനെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടിയാലും ഇതിനെ ഡൗൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഓവറോൾ സ്റ്റോർ പ്രോഫിറ്റബിൾ ആക്കാനുള്ള വഴി ഇത് തന്നെയാണ്, നമുക്ക് റിപ്പീറ്റഡ് പർച്ചേസസ് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവർക്ക് കൊടുക്കുക, സാറ്റിസ്ഫാക്ഷൻ അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുക, അത് അങ്ങോട്ട് ചോദിച്ച് നമ്മൾ റിവ്യൂസ് എടുക്കുക. അവർ റിവ്യൂ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുക. പിന്നെ മാക്സിമം ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു മെത്തേഡ്സ് അവർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റീഫണ്ടോ എക്സ്ചേഞ്ചോ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു നോ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ അത് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് കസ്റ്റമേഴ്സാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യരുത്. കാരണം എന്നാലും നമ്മളുടെ ബിസിനസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളത് വർക്കൗട്ട് ചെയ്യുക. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഡെഫിനറ്റ്ലി അത് കൺസിഡർ ചെയ്യണം. കസ്റ്റമേഴ്സിനെ അത് ബേസ്ഡ് ആയിട്ട് നമ്മൾ അക്യൂർ ചെയ്യണം. ഈവൻ ദോ ഒരു ഇനിഷ്യൽ ടൈമിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഹൈ ആണെങ്കിൽ പോലും നമ്മളുടെ പ്രോഡക്റ്റിലും ക്യാമ്പയിൻസിലും അതൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്ത് അതിനെ കുറയ്ക്കാൻ പറ്റണം. വൺസ് വന്ന കസ്റ്റമേഴ്സിന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്ത് റിട്ടൻഷൻ കൊണ്ടുവരാൻ വേണം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പെർസെൻറ്റേജ് ഓഫ് റിട്ടൻഷൻ കൂടുമ്പോൾ തന്നെ നമുക്ക് ഇനിഷ്യൽ സെക്കൻഡ് ടൈമൊക്കെ വരുമ്പോൾ ഒരു യൂണിറ്റിനേക്കാളും മേ ബി ഒരു ഫസ്റ്റ് ടൈം വന്നപ്പോൾ അവർ ഒരു യൂണിറ്റ് ആയിരിക്കും ബുക്ക് ചെയ്ത്, സെക്കൻഡ് ടൈമൊക്കെ വരുമ്പോൾ അവർ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ആവറേജ് ഓർഡർ വാല്യൂ കൂടും. അങ്ങനെ അൾട്ടിമേറ്റ്ലി അത് ഗ്രാജുവലി ഒരു നമ്മളെ സ്റ്റോർ പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും.